ഇന്ന് നമുക്കൊരു പാനാക്കോട്ട തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പലതരത്തിലുള്ള ഫ്രൂട്ട്സ് വെച്ച് നമ്മൾ പാനാക്കോട്ട തയ്യാറാക്കാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഞാനൊരു കാരമൽ പാനാക്കോട്ടയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് കാരമലൈസിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ഇതിലേക്ക് 50 ഗ്രാം പഞ്ചസാര ചേർക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ സമയം വെക്കാൻ പാടില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമ്മൾ എന്തിലേക്കാണ് പാനാക്കോട്ട സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഈ കാരമൽ ഒഴിച്ചു കൊടുക്കാം. ചൂടോട് കൂടി ഒഴിക്കണം, പെട്ടെന്ന് കട്ട പിടിക്കും. ഇപ്പം നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാനാക്കോട്ട തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു പാത്രം വെച്ച് ഇതിലേക്ക് 1 കപ്പ് പാലൊഴിക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ക്രീമാണ്. അപ്പോൾ ഒരു 200 ml ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ക്രീം ചേർക്കാം. കാൽ കപ്പ് പഞ്ചസാര, അര ടീസ്പൂൺ വാനില എസൻസ് എന്നിവ ചേർക്കാം. ഇനി ഒരു ടീസ്പൂൺ ജലാറ്റിൻ എടുത്ത് കുറച്ച് പാല് ചേർത്ത് ഇതിനെ ഒന്ന് കുതിർത്ത് വെക്കാം. ഇത് ആദ്യം തന്നെ ചെയ്താൽ മതി. ഞാനിപ്പോൾ പാല് മുഴുവൻ ഇതിൽ ഒഴിച്ചത് കൊണ്ട് ഇപ്പോൾ ചെയ്യുന്നതേ ഉള്ളൂ. നമ്മുടെ പാല് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരും. ഇനി നമുക്കിതിന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പാലും ക്രീമൊക്കെ നല്ല വണ്ണം ഇതിൽ മിക്സായി വരണം. ഇപ്പോൾ നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് കുതിർത്ത് വെച്ച ജലാറ്റിൻ ഇതിലേക്ക് ചേർക്കാം. ജലാറ്റിൻ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ കാരമൽ തണുത്ത് ഉറച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടോടുകൂടി പാലൊഴിച്ച് കൊടുക്കാം. ചൂടുള്ള പാൽ തന്നെ ഒഴിക്കണം, എങ്കിൽ മാത്രമേ ഈ ഒരു കാരമൽ പാനാക്കോട്ടയിലേക്ക് സെറ്റായി വരൂ. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാനാക്കോട്ട നന്നായി തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിനെ ഒരു സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പാനാക്കോട്ടയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.